ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ 23-കാരിയുടെ പരാതിയിലും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്ന ജില്ലാ കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതിയിലും അനുകൂലമായി മാറുമെന്ന വിലയിരുത്തലിലാണ് പ്രതിഭാഗം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അതേസമയം കൂട്ടുപ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ ഇരയെ അപമാനിച്ച രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും. പോലീസ് കസ്റ്റഡി പൂർത്തിയാക്കിയ രാഹുലിനെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡി വിടുകയായിരുന്നു. ജാമ്യം ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിശ്വാസം പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടെ പറയുക. ആരോഗ്യം പറയണ ശരിയാണ്. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്തായാലും രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നുണ്ട്. അതായത് ഇത് വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചുണ്ടായത്. ആദ്യത്തെ കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് തടയുന്നു. രണ്ടാമത്തെ പരാതിയിൽ, അതായത് ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചൊരു സാഹചര്യം. എന്ത് നീക്കമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ആലോചിക്കുന്നത്? ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നു. അത് പ്രോസിക്യൂഷനും ആശങ്കയുണ്ടായിരുന്നു രാഹുലിന് ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ. പക്ഷേ അതുണ്ടായില്ല. കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചു. പിന്നീട് ഹൈക്കോടതിയിൽ പോകുമ്പോഴാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. പക്ഷേ രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി കൃത്യമായ കേസാണ്, വ്യക്തമായ കേസാണ്, വളരെ കൃത്യമായ എവിഡൻസ് ഉള്ള കേസാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കില്ല, സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പ്രോസിക്യൂഷൻ ഉറപ്പിച്ച കേസായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായത് തീർത്തും തിരിച്ചുള്ള വിധിയാണ്, വിരുദ്ധമായ വിധിയാണ്. അത് ഞെട്ടിക്കുന്ന ഒരു വിധി എന്നാണ് പൊതുവിൽ പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം. അവർ തീർത്തും അപ്രതീക്ഷിതമായത് അത്തരമൊരു വിധി. അതുകൊണ്ട് തന്നെ ഉടനടി അതിൽ ഒരു അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷൻ ആലോചിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി വിധി കോടതി കോടതിയിൽ പറയുമ്പോൾ അതിനുശേഷം വിധി പകർപ്പ് വൈകാതെ ലഭിച്ചാൽ അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള ഒരുക്കങ്ങൾ പ്രോസിക്യൂഷൻ സർക്കാർ പൂർത്തിയാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ ടുഡേ മൂവ് ചെയ്ത്, അതായത് ഇന്നലെ തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകാനായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആലോചന. പക്ഷേ ഈ ഉത്തരവ്, ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിക്കാൻ വൈകി, ഉത്തരവ് പ്രോസിക്യൂഷന് ലഭിക്കാൻ വൈകി. അത് വലിയൊരു കാലതാമസം, ഒരു അസ്വാഭാവിക കാലതാമസം ഉണ്ടായെന്ന വിലയിരുത്തലും പല കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ കാലതാമസം കാരണമാണ് ഇന്നലെ അത് ഫയൽ ചെയ്യാൻ കഴിയാതെ പോയത്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുമെന്ന തരത്തിൽ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ ഏതായാലും രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി. പക്ഷേ ഇതുവരെ ആ കേസിൽ അപ്പീൽ പോയിട്ടില്ല. ഇന്ന് തന്നെ പോകാനാണ് സാധ്യതയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അറിയാൻ കഴിയുന്നത്. അപ്പീൽ പോയാൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രോസിക്യൂഷനുണ്ട്. കാരണം കുറച്ചുകൂടി വ്യക്തമായ, കുറച്ചുകൂടി കൃത്യമായ തെളിവുകളുള്ള, പെൺകുട്ടിയുടെ മൊഴിയടക്കമുള്ള ഒരു കേസാണിത്. ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നൊക്കെ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ പറയുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുമ്പോൾ ഇവിടെ അത്തരത്തിലൊരു വാദമുഖം പോലും നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഏക പ്രശ്നം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ട് പോലീസിന് നേരിട്ട് പരാതി നൽകിയില്ല, എന്തുകൊണ്ട് KPC അധ്യക്ഷ പരാതി നൽകിയെന്ന ചോദ്യമാണ് വാദിഭാഗം പ്രധാനമായും ഉന്നയിച്ചത്. ജാമ്യം ലഭിക്കാൻ കാരണമായ അതുമൊക്കെ ആ വിധി പകർപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ നിലപാട് വളരെ കൃത്യമായ തെളിവുകളുള്ള കേസാണ്. അത് ഈ രീതിയിൽ തള്ളിപ്പോകുമെന്ന് പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്നില്ല, കരുതിയിരുന്നില്ല. ഏതായാലും ഹൈക്കോടതിയിൽ പോയാൽ അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷത്തിനുള്ളൂ. അധികം വൈകാതെ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആ ഉത്തരവ് അസ്ഥിരപ്പെടുത്തുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷേ ഈ കോടതിയുടെ നടപടിയെ വിമർശിക്കുമ്പോഴും സമാനമായ മറ്റ് കേസുകൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, പീഡനമാണ്.
എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയധികം വൈകിയത്? രണ്ടാമത്തേത്, ഇതൊരു പാർട്ടിക്കല്ല പരാതി നൽകാൻ. കോൺഗ്രസിലത് ഒരു പതിവില്ലാത്ത രീതിയാണ്. CPM-ലാണ് ഈ രീതിയിൽ പാർട്ടി കോടതിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് CPM-ൻ്റെ ഒരു പ്രവണതയാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ KPCCക്ക് പരാതി നൽകുന്നു. അത് ഒന്നല്ല, ഇതിന് മുൻപൊരു പരാതി നൽകി, ആ പരാതി ഗൗനിച്ചില്ല. രണ്ടാമത് പരാതി വിവാദമായതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് നൽകിയ പരാതി KPCC പ്രസിഡന്റ് DGPക്ക് കൈമാറുകയായിരുന്നു. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത്. കോടതി ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്ന ന്യായമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇതോടൊപ്പം മറ്റ് കേസുകൾ കൂടി ഇവിടെ കൂട്ടിവായിക്കണം. സമാനമായിട്ടുള്ള രീതിയിൽ വേടൻ്റെ കേസ്, അതല്ലെങ്കിൽ മുകേഷിൻ്റെ, മറ്റ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു പല ലൈംഗിക പീഡന പരാതികളിലും കോടതി അന്ന് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ കാര്യവും ഇതുതന്നെയായിരുന്നു. എന്തുകൊണ്ട് ഇത്രയധികം കാലതാമസമുണ്ടായി പരാതി നൽകാനെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെയല്ലേ നടപടിയും ഉണ്ടായത്? നിയമവൃത്തങ്ങളിൽ രണ്ടഭിപ്രായമുണ്ട്. കോടതിയിൽ ഇന്നലത്തെ ആ വിധിയിലെ നിരീക്ഷണമൊക്കെ അഭിപ്രായം നിയമവൃത്തങ്ങളിലുണ്ട്. കോടതി ഒരു പക്ഷേ പൂർണ്ണമായും ഇത്തരം ഇതിൻ്റെ തെളിവുകളൊക്കെ പഠിച്ചിട്ടാണോ ഇതിലേക്ക് പോയത്? പെൺകുട്ടിയുടെ മൊഴിയുണ്ട്, കൃത്യമായി തന്നെ പെൺകുട്ടി എന്തുകൊണ്ട് താൻ പരാതി നൽകിയില്ല, എന്തുകൊണ്ട് ഈ സ്വാഭാവികമായും കാലതാമസമുണ്ട്. കാലതാമസമൊക്കെ ഈ ബലാത്സംഗ കേസുകൾ അത്തരം കാലതാമസമൊന്നും ഒരു കാരണമല്ല. എപ്പോഴായാലും പരാതി നൽകിയാൽ അത് പരിഗണിക്കണം തന്നെയാണ് കോടതികളുടെ മുൻ വിധികളുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കാലതാമസം ഒരു കാരണമായി ചൂണ്ടിക്കാണാൻ കഴിയില്ല. പെൺകുട്ടിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകളാണ് ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. മറ്റൊന്ന്, എന്തുകൊണ്ട് KPCC നേതൃത്വം നൽകി, എന്തുകൊണ്ട് ഇത് മറ്റു പരാതിയുമായി മുന്നോട്ട് പോയില്ല? KPCC നേതൃത്വത്തിന് സ്വാഭാവികമായും പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, ആ പെൺകുട്ടി ഇപ്പോൾ പോലും പരാതിയുമായി മുന്നോട്ട് പോകാൻ ഭയക്കുന്നുണ്ട്. അതിന് കാരണം അവർ ആ പരാതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണ്. ഒരു ഇര, ആദ്യത്തെ കേസിലെ ഇര രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയപ്പോൾ അവൾക്ക് നേരിടേണ്ടി വന്ന അപമാനം, അവളുടെ ഐഡന്റിറ്റി വ്യക്തമായിക്കൊണ്ട് അവളെ പൊതുജന മധ്യത്തിൽ അവഹേളിച്ചു, കൃത്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നാക്രമിച്ചു. അവളുടെ ഐഡന്റിറ്റി പുറത്തു വന്നു, അവളുടെ കുടുംബത്തെ പോലും വേട്ടയാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും നാൾ പരാതിയുമായി മുന്നോട്ട് പോകാത്തതാണ് ആ യുവതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അവർ കുടുംബത്തിൻ്റെ കൂടി പിന്തുണ ഈ വിഷയത്തിൽ, അതായത് ഇത്തരം ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ മറികടന്നുകൊണ്ട്, നിരവധി വെല്ലുവിളികൾ മറികടന്നുകൊണ്ടാണ് പെൺകുട്ടി ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നത്. അത് കോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല ചോദ്യമാണ് നിയമവൃത്തങ്ങൾ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഈ കോടതി വിധിയുടെ മെറിറ്റ് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ സർക്കാർ അപ്പീൽ പോവുക, ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക. ഇപ്പോൾ ഉള്ള വിധിയുടെ ഇതിലൊക്കെ തിരുത്തലുണ്ടാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ തന്നെ ആ വിധിപ്പകർപ്പ് ലഭിക്കുന്ന പ്രതീക്ഷയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ അടക്കം കോടതി എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ആ വിധിപ്പകർപ്പ് പുറത്തു വന്നില്ല. അതുകൊണ്ടാണ് രാത്രിയോളം ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ സമർപ്പിക്കാൻ വൈകിയത്. പക്ഷേ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇരയ്ക്ക്, പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം നിഷേധിക്കാൻ മതിയായ കാരണങ്ങൾ, അതിൻ്റെ തെളിവുകളൊക്കെ ഈ ഹർജി പ്രോസിക്യൂഷൻ നിർത്തിയ വാദമുഖങ്ങളിലും അതിൻ്റെ തെളിവുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത്. മറിച്ചുള്ള വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് സർക്കാരും പ്രോസിക്യൂഷനും. പക്ഷേ അതോടൊപ്പം അരുൺ, അറിയേണ്ടത് ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. കാരണം തുടക്കത്തിൽ നമുക്കറിയാം, ഈ കേസിൽ അറസ്റ്റിലായപ്പോൾ മെൻസ് അസോസിയേഷൻ വേണം, തൻ്റെ പോരാട്ടം തുടരും, പുരുഷന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തുമെന്നൊക്കെ പറഞ്ഞ രാഹുൽ ഈശ്വറിൻ്റെ ആ ശൗര്യവും വീരവും ഒക്കെ ഇപ്പം എവിടെ പോയെന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാരണം കഴിഞ്ഞ ദിവസം കോടതിയിലെ പോലീസ് വ്യക്തമാക്കിയ കാര്യം ഇതാണ്: ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അന്വേഷണത്തോട് സഹകരിക്കാത്തതാണോ ജാമ്യം നിഷേധിക്കപ്പെടാൻ കാരണം? ഒരു വിപ്ലവകാരിയെ പോലെ ജസ്റ്റിസ് ഫോർ മെൻ എന്ന ഒരു ലക്ഷ്യം, അതിനുവേണ്ടി വിപ്ലവം നടത്താൻ ഇറങ്ങിയ ആളെന്ന ഒരു പ്രചരണമാണ്, അല്ലെങ്കിൽ അവകാശവാദമാണ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ മുന്നോട്ട് വച്ചത്. പക്ഷേ ആ വിപ്ലവമൊക്കെ ടോം സൂചിപ്പിച്ച വളരെ കൃത്യമായ ചോദ്യമാണത്. വിപ്ലവമൊക്കെ ചോർന്നു പോയിരിക്കുന്നു, വീര്യമൊക്കെ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുവരുമ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അങ്ങനെ വിപ്ലവമൊക്കെ ചോർന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി, ജാമ്യം കിട്ടാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു പോകുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമ്മൾ കണ്ടത്.
ഇന്നലെ ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി അന്വേഷണ സംഘത്തിന് രാഹുൽ ഈശ്വറിനെ കൈമാറിയത്. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് ചോദിക്കേണ്ടതുണ്ട്, അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്, തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കസ്റ്റഡി ചോദ്യം. നേരത്തെ കസ്റ്റഡി ഉണ്ടായിരുന്നപ്പോൾ ആ തെളിവുകളൊന്നും നൽകാൻ രാഹുൽ തയ്യാറായിരുന്നില്ല, ലാപ്ടോപ്പിൽ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. ചെയ്തതെല്ലാം തെറ്റെന്ന് തിരിച്ചറിഞ്ഞ് പെൺകുട്ടിക്കെതിരെ ഇനി അധിക്ഷേപം വരില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി സത്യവാങ്മൂലം നൽകിയ രാഹുൽ ഈശ്വറാണ്. ഏതായാലും ഇന്ന് കോടതി തിരികെ ജയിലിലേക്ക് രാഹുലിനെ അയച്ചിട്ടുണ്ട്. അത് ഈ കസ്റ്റഡി കാലാവധി അവസാനിച്ചുകൊണ്ടാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചേക്കാം. ഏതായാലും ഒരു വൈരുദ്ധ്യം, വിരോധാഭാസമുള്ളത് ഈ ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പുറത്താണ്. ജാമ്യം ലഭിച്ചു. സ്വൈര വിഹാരത്തിലേക്ക് അയാൾക്ക് കടക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ രാഹുലിനെ പിന്തുണച്ച് വന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പേര് പറഞ്ഞ് ഇരയെ അവഹേളിച്ച, ഇരയുടെ ഐഡന്റിറ്റി പുറത്തുവിട്ട രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിൽ അഴികൾക്കുള്ളിൽ തന്നെയാണ്. എന്ന് പുറത്തിറങ്ങുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഇപ്പോഴും. അതാണ് കാരണം. ഇതൊരു കൃത്യമായൊരു താക്കീതായിരുന്നു. സ്ത്രീകളെ പൊതുസമൂഹത്തിൽ, പൊതു ഇടത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചാൽ ഇതുപോലുള്ള നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്.